അപ്പോൾ നമ്മൾ പൂക്കളം ഇടുന്നത് ഇവിടെയാണ്. ഫ്രണ്ടിൽ നമ്മൾ കയറി വരുന്നോട് തന്നെയാണ്. കുരങ്ങിരിക്കുന്നു കുരങ്ങി. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യയുടെ തുടക്കമായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇഞ്ചിക്കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. കാര്യം നമുക്ക് ഓണസദ്യയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലുണ്ടാകുന്ന സദ്യക്കല്ലേ ടേസ്റ്റ് കൂടുതൽ. കറികളുടെ എണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല. വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനാണ് ഇവിടെ ചേട്ടായിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കുന്നതുമാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. പിള്ളേർക്കാണെങ്കിലും എഴുതുവിനാണെങ്കിലും ഏറ്റവും ഇഷ്ടം ഇലയിലുള്ള സദ്യ കഴിക്കാനാണ്. അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യയുടെ വിഭവങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിക്കറിയോടൊപ്പം പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് കാളനാണ്. കാളനുള്ള ചേനയും കായയാണ്. നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുറുക്ക് കാളൻ ദേ ഈ പരിവായിട്ടോ. പിന്നെ തേങ്ങയും കൂടി അരച്ച് ചേർക്കാനുണ്ട്. ആ എന്നിട്ട് ആണോ തൈര് തിളപ്പിച്ച് വറ്റിച്ചിട്ട് വേണം തേങ്ങ ചേർക്കാനായിട്ട്. തൈര് ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങ അതിനകത്ത് ചേർക്കാനുണ്ട്. തേങ്ങ അരച്ച് ചേർക്കണം. അപ്പം അടുത്തത് നമ്മുടെ പച്ചടി, പൈനാപ്പിൾ പച്ചടിയാണ്. അതിനകത്ത് പൈനാപ്പിളും പിന്നെ ഏത്തപ്പഴവും ഒക്കെ ഇട്ടുകൊണ്ടാണ് വേവിക്കുന്നത്. ഇത് നോക്കിയേ, ഇത് പൈനാപ്പിൾ പച്ചടിയാണ്. മത്തങ്ങ ഇരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് പകർത്തി വെക്കുകയാണ്, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിപ്പോവും. അപ്പം ഞങ്ങളുടെ സദ്യയുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങളുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പ്രിപ്പയർ ചെയ്യുന്നത് ചേട്ടായിയാണ്. ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിന് ഭൂരിഭാഗവും കറി വെക്കുന്നത് ചേട്ടായി തന്നെയാണ്. എന്നെ ഭാഗത്തോട്ട് അടുപ്പിക്കാറില്ല. ഞാനിവിടെ ഒരു ചെറിയ കൈസഹായി മാത്രമാണ്. പാത്രം കഴുകുക, വെജിറ്റബിള് ചേട്ടായി അരിഞ്ഞ് വെച്ചിട്ട് ഏതെങ്കിലേ അതിൻ്റെ തൊണ്ടൊക്കെ കൊണ്ടുപോയി കാട്ടിക്കളയുക, അങ്ങനത്തെ പരിപാടിക്ക് മാത്രമേ എന്നെ അടുപ്പിക്കുള്ളൂ. ബാക്കിയത്തെ പരിപാടികളെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. വെജിറ്റബിൾ അരിയണതൊക്കെ മറ്റേ സ്കെയിൽ വെച്ചാൽ അരിയുന്നത്. അത് കാരണം നമ്മളിന്ന് അടുപ്പിക്കില്ല. ഇത് രണ്ടും കിട്ടണേ. ഇപ്പം നമ്മുടെ സദ്യയിലെ അടുത്ത വിഭവം നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് കുറച്ച് സേമിയ പായസമാണ്. നമ്മുടെ പൊന്നു സേമിയ പായസം മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സേമിയ പായസം, പിന്നെ ഗോതമ്പ് പായസം. 1 2 3 ഗുഡ്. പായസം അടിപൊളിയാവുന്നു. നല്ലതാണോ? ഫ്രൈ ചെയ്തൊക്കെ ഉണ്ടെന്നോ? മോനമ്മ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയ സേമിയ പായസം ഇല്ലേട്ടാ വീഴും. മതി മതി. നീ പറയാം. മറിയാമോ മാത്രമില്ല, അവള് പോയി കിടന്നുറങ്ങി. പിന്നെ I will. Don't worry. I'll eat. Now it's not from home. എത്ര വേണം? 2. Papakyo?
കുഞ്ഞുന് One. പഴം. Okay, then. Masala. He wants to know പായസം കൊടുക്കട്ടെ കേട്ടോ. I don't want it to spill. Yay! ചുടി വയ്ക്കണോ? No. Very. ചുടി കിട്ടോ സാർ? മതിയോ? No, chorizo. Oh, this is really good. Like it's better than the restaurant. No. Come on, കുഞ്ഞിന് banana. വൈറ്റ് പായസം ഉണ്ട്. Adorable. അതിന് Hey, I'll have it in a bowl. I want it in there. കുഞ്ഞിന് സേമിയ പായസം. ഇതിനെ എനിക്ക് മിക്സ് ചെയ്യണം വെച്ചിട്ട് സേമിയ പായസം കണ്ടല്ലേ? That's weird. Anyone else want banana? I got two. I do. This one goes in the table. കുഞ്ഞിലി വന്നുണ്ട് കുഞ്ഞിലി പായസം തെറ്റമ്മ. I hate that one. What? I hate that one. Undi. അടുത്തവർക്ക് ഇതിന് ഉറങ്ങാറുണ്ട്. മോന് വേണോ? പപ്പടം പഴം പായസം വേണോ? മുഞ്ചുറ്റൂട് പനി. മുഞ്ചുറ്റൂട് പനി. ഇത് മാത്രമേ ഉള്ളൂ പൂക്ക് വെച്ച് താത്ത പോവാൻ ഫോട്ടോ കിട്ടെ ചേട്ടാ. ആ പൂ